ഇപ്പോൾ ഉത്തരാക്കൊല കേസ് ഞാനാണ് സാക്ഷികൾ, വെളിയിൽ നിന്നൊരു സാക്ഷിയില്ലല്ലോ. എന്തെങ്കിലും രീതിയിൽ ഒരു വധഭീഷണി അങ്ങനെയുള്ള കോൾസ് വരാറുണ്ടോ? ഒന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ലെന്നേ. വരാറുണ്ട്. അപ്പോൾ ഞാൻ ഇനി അവരെന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് മേടിച്ച് എനിക്ക് കടുവിനകത്തിരിക്കാൻ പറ്റും. എന്തെങ്കിലും സംഭവിക്കുന്നുള്ള എനിക്കറിയാം. ഇത്രയുടെ മരണം നടന്നു കഴിഞ്ഞിട്ട് ചേട്ടൻ ആ റൂമിലേക്ക് വരികയാണ്. തലയൊക്കെ ഇങ്ങനെ വേർത്തിട്ട് തല ചൂടായിട്ട് ഉറങ്ങാൻ പറ്റും. ഇന്നലെ ഞാൻ ഉറങ്ങി. ഇനി ഒരു ജീവിതത്തിലേക്കില്ല, എനിക്ക് എല്ലാവരോടും ഒരു ബൈ പറയാൻ സമയമായി എന്ന് തോന്നിയ ഒരു ഇൻസിഡന്റ്. പാമ്പ് കടി കേട്ടിട്ട് 16 പ്രാവശ്യം ഞാൻ ക്രിട്ടിക്കലായി. സുഹൃത്തുക്കളെ പോലും ഞാൻ അറിയാം. ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ തന്നെ നമുക്ക് സ്ഥിരമാകുമ്പോൾ വീട്ടുകാർക്കായാലും ഒരു ബുദ്ധിമുട്ടുണ്ടോ, ഇവൻ എന്ന് ഇത് തന്നെ ജോലി, ഇവനെയൊക്കെ നോക്കുന്ന സമയത്ത് വേറെ എന്തെങ്കിലും ചിന്തിക്കും. കൂട്ടുകാരാണെങ്കിൽ പോലും അവർ നമ്മുടെ നിൽക്കുന്നത് അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. 2 ആഴ്ചയ്ക്ക് മുന്നേ ഞാൻ 3 ദിവസം പച്ചവെള്ളം കുടിച്ച് കിടന്നിട്ട് എൻ്റെ റൂമിനകത്ത് കിടന്നിട്ടുണ്ട്. പൈസ ഇല്ല. പച്ചവെള്ളം. പച്ചവെള്ളം. ഇത്രയൊക്കെ നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്യുമ്പോഴും ചേട്ടൻ ഏറ്റവും വിഷമിപ്പിച്ച ഒരു ഇൻസിഡന്റ് ഏതായിരിക്കും? ഒരുപാടുണ്ട്. ഇപ്പോഴും എനിക്ക് ഷെയ്ക്കേണ്ടി ഇല്ലാത്ത ആൾക്കാരുണ്ട്. പറഞ്ഞ ചില സമയത്ത് നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിട്ട് വിഷമം, ആൾക്കാരിങ്ങനെ അറപ്പ് ചിലപ്പോൾ തോന്നും. എനിക്ക് എൻ്റെ മരണം ഞാൻ കണ്ണടയുമ്പോൾ എൻ്റെ ചുണ്ട് ഇങ്ങനെ ചിരിയിലുണ്ടാവണമെന്ന് എനിക്കൊരാഗ്രഹം. ഞാൻ അങ്ങനെ കിടക്കും. നിയോ പ്രൈമിൽ ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത് 3.5 കോടി ജനതയ്ക്കും കേരളത്തിൽ അറിയുന്ന ഒരു പേരാണ്. മരണത്തെ ഏറ്റവും കൂടുതൽ തവണ മുന്നിൽ കണ്ടിട്ട് പോലും ഒരു പുഞ്ചിരിയോടെ ജീവിതത്തിൽ അത്രയും അജയനായിട്ട് നിൽക്കുന്ന ആളാണ്. ആ അതിഥിയാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. വാവ സുരേഷ്. സുരേഷേട്ടാ നമസ്കാരം. ഏഷ്യാനെറ്റിൽ ഞാൻ കോമഡി സ്റ്റാർസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ജാറുകളിലാക്കി കുറേ പാമ്പുകളെയും കൊണ്ടാണ് സുരേഷയുടെ ഫ്ലോറിൽ വന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു കാര്യമാണ് പാമ്പുകൾ. അപ്പം നമ്മൾ പേടിക്കുന്ന ഒരു കാര്യത്തെ വളരെ എന്താ പറയുക ഈസി ആയിട്ട് ഡീൽ ചെയ്യുകയും അങ്ങനെ ചെയ്യുന്ന സുരേഷ് ചേട്ടന് വേറെ എന്തിനെങ്കിലും പേടിയുണ്ടോ? സത്യം പറഞ്ഞാൽ എല്ലാവർക്കും നമസ്തേ. വളരെ സന്തോഷം നമുക്ക് ഇങ്ങനൊരു തുറന്നു പറച്ചിലിന് അവസരം ഉണ്ടാക്കിയതിൽ. പേടിയുള്ളൊരു സാധനമുണ്ട്. എന്താണ് ഏട്ടാ പേടി? ഞാനെപ്പോഴും പറയാനുള്ള മനുഷ്യനാണ്, പക്ഷേ മനുഷ്യനല്ല. എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ളത് നമ്മുടെ ഈ പുല്ലൊക്കെ തിന്നുന്ന പച്ചിലയൊക്കെ തിന്നുന്ന പുഴുവില്ലേ, അത് എനിക്ക് ഭയങ്കര. കാരണം വെച്ചാൽ അത് എന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് ദേഹക്കൊരു കുളിര് പോലെ വരും. എന്റെ ദൈവം, ഏറ്റവും വലിയ വിഷമുള്ള പാമ്പുകളെയൊക്കെ എടുത്ത് അമ്മാനമാടുന്ന ഏട്ടൻ ആ പുഴുവിനെയാണോ പേടിക്കുന്നത്? പുഴുവിന് ഭയങ്കര. കാരണം എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൽ ആവണക്കെന്നൊരു ചെടി ഉണ്ടായിരുന്നു. ആവണക്ക ചെടി എന്ന് പറയുമ്പോൾ ഞങ്ങളവൻ്റെ അടുത്ത് CTC സെൻറ്റർ ട്യൂബർ കോർപ്പസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ പട്ടുനൂൽ പുഴുവുണ്ട്. അതിൽ തീറ്റി ഇതാണ്. അപ്പോൾ ഞങ്ങൾ ഇതിൽ ഒരു സീസണാകുമ്പോൾ പുഴു ഉണ്ടാവും. അപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞാൽ കേൾക്കാതെ എൻ്റെ ചേട്ടന്മാർ അനിയത്തിയും കൂടെ എന്നെ പിടിച്ച് കെട്ടിയിട്ടിട്ട് അല്ല എന്നെ പിടിച്ച് നിർത്തിയിട്ട് ഇതെടുത്ത് കുടയും. അപ്പോൾ ദേഹത്ത് അന്ന് വീണിട്ട് ആ ചൊറിച്ചിൽ, ആ ചെറുപ്പത്തിലൊരു 8 വയസ്സിലൊക്കെ ചൊറിയാൻ ആ ഒരു അനുഭവം ഉണ്ടായത് ജീവിതത്തിൽ ഇന്ന് വരെ ആ സാധനം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ. ഞാൻ അട്ടയെ വരെ ഞാൻ കൈകൊണ്ടെടുക്കും. പക്ഷേ ഈ ഒരു സാധനം കാണുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് എൻ്റെ ഒരു വല്ലാത്തൊരു അവസ്ഥ പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അതൊരു എന്താ പറയുക, ഒരു ഫീലിംഗ്, ഒരു ദേഹത്തൊക്കെ കുളിമുണ്ട്, എൻ്റെ ഈ കറുപ്പാണ്ട് രോമമുണ്ട്, അറിയാൻ പറ്റില്ല. പക്ഷേ അതൊക്കെ ഇങ്ങനെ എണീറ്റ് വരും. അത്ര എനിക്കൊരു ഒരു പ്രത്യേകത, ഒരു എന്താ പറയുക, ഒരു വല്ലാത്ത ഒരു ഇറിറ്റേഷൻ. അണലിയോ മൂർഖനാണെങ്കിൽ ബാക്കി ഇനി ഏത് ഇനി ആന ആയിക്കോട്ടെ എന്തായിക്കോട്ടെ എനിക്ക് ഒന്നിനും പായില്ല. പക്ഷേ ഈ ഒരു സാധനത്തിനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഈ ഒരു സാധനം വേറെ ഒന്നുമില്ല. ഇപ്പം ഞാൻ ഇടിഞ്ഞാറിൽ 2 ആന കറണ്ടടിച്ച് മരിച്ച് കിടന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് ഞാനും ജേക്കബ് അലക്സാണ്ടർ സാറൊക്കെ പോയി. അപ്പോൾ അതിൻ്റെ അത് മൊത്തം ബോഡിയില്ല, ബോഡിക്ക് അസ്ഥി മാത്രമല്ല, അതിനകത്ത് പുഴു ഇങ്ങനെ കൂടുതൽ കിടക്കുന്നുണ്ട്. അതെല്ലാം ഞങ്ങൾ കയറി കൈ കൊണ്ട് വരികയൊക്കെ എടുത്ത് നമുക്ക് പ്രശ്നമുണ്ട്. പക്ഷേ ഇത് കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ബോധം പോകുമ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഈ ആനയുടെ ശരീരത്തിൽ ഇങ്ങനെ പുഴുക്കളൊക്കെ അരിച്ചു കിടന്നു എന്ന് പറഞ്ഞാൽ അത് കാണുമ്പോഴും ചേട്ടൻ അതൊന്നും എനിക്ക് പ്രശ്നം തോന്നിയില്ല. അങ്ങനെ എൻ്റെ സുഹൃത്ത് മകേഷ് എന്നൊരാളുണ്ടായിരുന്നു. പുള്ളിക്കാരന് ഡ്രഗ്സ് ആയിരുന്നു. പുള്ളിക്കാരന് ഒരു ഡ്രഗ്സ് അടിച്ചൊരു ചവിട്ടി പൊട്ടിച്ച സമയത്ത് സ്റ്റൗ കൊണ്ടിട്ടൊരു മുറിവുണ്ടായിട്ട് ആ മുറിവ് പിന്നെ പുള്ളി കൊണ്ട് ഡ്രസ്സ് ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുകിടന്ന് അത് പുഴുവായിരുന്നു. അത് ഇത്ര നീളത്തിലുള്ള പുഴുവുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ അഴിച്ചു കണ്ട് അതൊന്നും എനിക്ക് പ്രശ്നമുണ്ടായിരുന്നു. പക്ഷേ ഈ സാധനം കണ്ടാൽ എനിക്ക് ബോധക്കേടുണ്ടോയെന്നുള്ള എനിക്ക് അത് കണ്ടാലും എനിക്ക് പ്രശ്നം. പക്ഷേ ഇതെനിക്ക് പ്രശ്നമുണ്ടോ, എനിക്ക് ഭയങ്കര ഒരു വൈക്ലഭ്യം അതുപോലെ ഭയങ്കര സംഭവം. അതെനിക്ക് ഒരു രക്ഷയില്ല കേട്ടോ. അതെനിക്ക് ജീവിതത്തിൽ അന്ന് തുടങ്ങിയത് ഇന്നും വരെ എനിക്ക് ആ കൂടുന്നതല്ല കുറയുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞു ഒരുപാട് മരണങ്ങൾ മുന്നിൽ കണ്ടു. ചേട്ടൻ ശരിക്കും മരണത്തെ എത്ര തവണ മുഖാമുഖം കണ്ടിട്ടുണ്ട്? അതായത് ഇനി ഒരു ജീവിതത്തിലേക്കില്ല, എനിക്ക് എല്ലാവരോടും ഒരു ബൈ പറയാൻ സമയമായി എന്ന് തോന്നിയ ഒരു ഇൻസിഡൻറ്റ് ഒത്തിരി പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. കൊറോണ വന്നിട്ട് എനിക്ക് 1 മാസം ഞാൻ കിടപ്പായി. ഞാൻ ഒരിക്കലും തിരിച്ചു എൻ്റെ മുന്നിൽ ഞാൻ ഈ കണക്കുകൾ അവതരിപ്പിക്കുന്ന സമയത്ത് അന്നത്തെ ആൾക്കാർ കണക്കുകൾ അവതരിപ്പിക്കുന്ന സമയത്ത് ആരോഗ്യ വകുപ്പൊക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് എനിക്ക് തന്നെ തമാശ ചിരി തോന്നി. കാരണം മെഡിക്കൽ കോളേജിൽ ഞാൻ കിടക്കുമ്പോൾ വലിയൊരു ഹോളിൻ്റെ സൈഡിലാണ് ഞാൻ എനിക്ക് നല്ല പരിഗണന, ബാക്കിയുള്ളവർക്ക് മറ്റു കിടക്കും. പക്ഷേ ഈ ഞാനിങ്ങനെ നോക്കി കിടക്കുമ്പോൾ 233 പേരാണ് 36 പേരാണ് 48 മണിക്കൂറിൽ മരണപ്പെട്ടത്.
236. ഞാൻ എണ്ണി കിടക്കുകയാണ് 236. അപ്പോൾ ഞാനും വിചാരിച്ചു ഒരു അടുത്ത 5 മിനിറ്റ് 10 മിനിറ്റിനകത്ത് ഞാനും പോകും. കാരണം ഞാനും പേയാടുള്ള ചേച്ചി മാത്രമാണ് രക്ഷപ്പെട്ടവിടെ നിന്ന് പോകുന്നത്. ബാക്കി എല്ലാവരും ഡെത്തിലേക്ക്. എല്ലാവരും എന്നെ അറിയാമെന്നുള്ളത് എല്ലാവരും കട്ടിൽ കിടന്ന് ഇങ്ങനെ നോക്കും, കഴുത്തിങ്ങനെ ചരിഞ്ഞു. ഇതെല്ലാം ഞാനിങ്ങനെ ലൈവ് നോക്കുകയാണ്. അപ്പോൾ ഞാൻ അടുത്ത നിമിഷം എനിക്ക് ഇതാണ് അവസ്ഥ. ഞാൻ എന്നാലും ഒരു 20 ദിവസം വരെ കിടന്നു. പക്ഷേ എനിക്കൊരു പ്രശ്നമുണ്ട്, തിരിച്ചു വന്നു. പാമ്പ് കടി ഏറ്റിട്ട് 16 പ്രാവശ്യം ഞാൻ ക്രിട്ടിക്കലായി. 16 പ്രാവശ്യം ഞാൻ മരണത്തെ കണ്ടു. ഒരിക്കലും ഞാൻ തിരിച്ചു വരില്ല. ഇപ്പം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുന്ന കോട്ടയത്തുള്ള കടിയാണ്. പക്ഷേ കോട്ടയത്തുള്ള കടിക്ക് ശേഷം വേറെ 3 കടി എനിക്ക് കിട്ടി. ആരും അറിഞ്ഞിട്ടില്ല. കാരണം എൻ്റെ സുഹൃത്തുക്കളെ പോലും ഞാൻ അറിയാം. കാരണം ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ തന്നെ നമുക്ക് സ്ഥിരമാകുമ്പോൾ വീട്ടുകാർക്കായാലും ഒരു ബുദ്ധിമുട്ടുണ്ട്. ഒരു മനസ്സിൽ പറഞ്ഞില്ലെങ്കിലും അവർ മാനസികമായിട്ട് അവർ ചിന്തിക്കും, ഇവൻ എന്ന് ഇത് തന്നെ ജോലി, ഇവനെയൊക്കെ നോക്കുന്ന സമയം കൊണ്ട് വേറെ എന്തെങ്കിലും ചിന്തിക്കും. കൂട്ടുകാരാണെങ്കിൽ പോലും ചിന്തിക്കും. കാരണം ആത്മാർത്ഥമുള്ള കൂട്ടുകാരാണെങ്കിൽ പോലും അവർ നമ്മുടെ നിൽക്കുന്നത് അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും. ഒരിക്കലും നമ്മുടെ അടുത്തുള്ള ആത്മാർത്ഥം കൊണ്ട് നിൽക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഈ അടുത്ത കാലത്തേക്ക് 3 കടി കിട്ടി കിടന്ന സമയത്തൊക്കെ ഞാൻ ഒരാളിനെ ഞാൻ ബുദ്ധിമുട്ടിച്ചില്ല. രാവിലെ കാപ്പി വാങ്ങിക്കുകയാണെങ്കിൽ രാവിലെ മെഡിസിൻ കഴിക്കണം. ഡോക്ടർ വരുമ്പോൾ ഞാൻ കഴിച്ചു ഞാൻ കഴിച്ചു എന്ന് പറയും. കഴിക്കാൻ വാങ്ങിച്ചു തരേണ്ട ആരുമില്ലായിരുന്നു. ഞാനതുകൊണ്ട് ഉച്ചയ്ക്ക് കഴിക്കും. ഒരു ഗുളിക എടുത്ത് വെച്ചിട്ട് 2 എല്ലാം കൊണ്ട് ഉച്ചയ്ക്ക് ആരെങ്കിലും കൊണ്ട് കഞ്ഞി എന്തെങ്കിലും വാങ്ങിച്ചിട്ട് ഉച്ചയ്ക്ക് ഒരുമിച്ച് കഴിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ഈ കാലഘട്ടം ഈ അടുത്ത കാലത്ത് ഒരു 6 മാസത്തിന് പറയുന്നത് ഈ 2025 നവംബർ ഡിസംബർ ആ കാലഘട്ടത്തിൽ അടുത്ത് 2 കടി കിട്ടി. 15 ദിവസത്തിൻ്റെ ഗ്യാപ്പിൽ 2 കടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ 1 കടി. അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ അവസ്ഥ. അങ്ങനെ എന്തായാലും പിന്നെ 2 പ്രാവശ്യം അങ്ങനെ പടത്തിയിൽ എനിക്ക് നട്ടലിന് പൊട്ടലുണ്ടായി. പിന്നെ അതുപോലെ തന്നെ ഞാൻ തെങ്ങിൽ നിന്ന് കൊണ്ട് എൻ്റെ കഴുത്തിന് പൊട്ടലുണ്ടായി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പത്തനംതിട്ടയിൽ മലയാളപ്പുഴ ക്ഷേത്രത്തിനടുത്ത് ഒരു വീട് വിൽക്കാനായിട്ട് ഒരു സെയിലിന് പരസ്യം കൊടുത്ത സമയത്ത് ഡെയിലി ആളുകൾ കാണാൻ വരുമ്പോൾ ഒരു പാമ്പ് താഴെ നിന്ന് കയറി അവരെ വീടിൻ്റെ മുറ്റത്തേക്ക് വരും. എന്നും സ്ഥിരം ആര് വന്നാലും. അപ്പോൾ അവർക്ക് സെയിൽ ചെയ്യാൻ പറ്റാതെ ഇത് ആൾക്കാർ വരുമ്പോൾ ഇത് കയറി വരും. സ്ഥിരം വരുന്നുണ്ടായിരുന്നു. അത് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും. അപ്പോൾ ഉടനെ അവരെന്നെ വിളിക്കുന്നു, ആരും അറിയാതെ ചെല്ലാമ്പോൾ ഞാനും അറിയാതെ ആരും അറിയാതെ ചെല്ലുന്നു. ഞാൻ രാവിലെ 8 മണിക്ക് വൈകിട്ട് 8 മണിക്ക് എത്തി. അവിടുന്ന് 6 മണിക്ക് എത്തി. 6 മണി തൊട്ട് പിറ്റേന്ന് രാവിലെ 11 മണി വരെ ഞാൻ മതിൽ വിളിക്കുന്നു. എന്നെ ആരും കണ്ടിട്ടില്ല. പിറ്റേന്ന് രാവിലെ ഒരേപോലെ ഞാൻ ഒറ്റയ്ക്ക് പണിയണം. എനിക്ക് ക്ഷീണമൊന്നും തോന്നിയില്ല. അത് കഴിഞ്ഞിട്ട് 11:30 ആയപ്പോൾ മതിലെല്ലാം കൂടി ഞാൻ എൻ്റെ നടുവിലേക്ക് വീണു. ഞാൻ മതിലിൻ്റെ അടിയിൽ. അപ്പോൾ എനിക്കിവിടെ ഒരു 3 പൊട്ടലുണ്ടായിരുന്നു. തുടയിൽ പൊട്ടലുണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കലും ഞാൻ തിരിച്ചു വരുന്ന ഞാൻ പഠിച്ചു. അങ്ങനെ എന്തായാലും 16 17 18 20 പ്രാവശ്യം ഞാൻ മരണത്തെ മുഖാമുഖം കണ്ടു. അതുപോലെ തന്നെ വേറൊരു പ്രാവശ്യം ഞാൻ കോഴിക്കോട് ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ശ്വാസതടസ്സം അനുഭവപ്പെട്ടു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ തൊട്ടടുത്തുള്ള ഡോക്ടർ ഉണ്ടായിരുന്നു. അവിടെ പുള്ളിയുടെ വീട്ടിൽ കൊണ്ടുപോയി BP ഒക്കെ നോക്കി ചെക്ക് ചെയ്ത സമയത്ത് പറഞ്ഞ് പെട്ടെന്ന് ശ്വാസോച്ഛയിൽ ഇൻഫെക്ഷൻ ബാധിച്ചിട്ടുണ്ട്, പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോക്കണം പറയും. അപ്പോൾ ആ പുള്ളി തന്നെ ഒരു ഹൈ ഡോസ് ഇഞ്ചക്ഷൻ എടുത്ത് പെട്ടെന്ന് തന്നെ ഞാൻ അവിടെ നിന്ന് അന്ന് തന്നെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ വരുന്നു. അവിടെ തന്നെ ഹൃദയരോഗ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു. ലങ്സ് മൊത്തം കഫം കെട്ടിപ്പോയായിരുന്നു. അപ്പോൾ അത് രക്ഷയില്ലെന്ന് അവർ പറഞ്ഞാണ്. അതും അങ്ങനെ നോക്കുമ്പോൾ 20 തവണ മരണത്തെ മുഖാമുഖം 21 പ്രാവശ്യം 21 തവണ കണ്ടു എന്ന് പറഞ്ഞു. ഒരു ലാസ്റ്റ് നമ്മളൊരു റീവൈൻഡ് ബട്ടൺ അടിക്കും. തീരാൻ പോവാണ് ഇനി. റീവൈൻഡ് ബട്ടൺ നമ്മൾ ചെയ്തതും കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന ആൾക്കാരും ഒന്നും വന്നില്ല. ഞാൻ ചിന്തിച്ച ഒറ്റ കാര്യം, മരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് മരിക്കണം. ഞാൻ നിങ്ങളെപ്പോഴും ഞാൻ വെൻറ്റിലേറ്ററിൽ കിടക്കുന്ന സമയം ചിരിച്ചുകൊണ്ടാണ് കിടന്നത്. കാരണം എൻ്റെ ആഗ്രഹം എൻ്റെ മരണം ഞാൻ കണ്ണടയുമ്പോൾ എൻ്റെ ചുണ്ട് ഇങ്ങനെ ചിരിയിലുണ്ടാവണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. ഞാൻ അങ്ങനെ കിടക്കും, അങ്ങനെ പോവുള്ളൂ. ഒരാളുടെ ഫാമിലി സുഹൃത്തുക്കളുടെ ഒന്നും എൻ്റെ മനസ്സിൽ ആരുമില്ല, ബ്ലാങ്കാണ്. കാരണം വെച്ചാൽ നന്മയായിട്ട് ചിന്തിക്കാണ്ടൊന്നും ഇല്ലല്ലോ നമുക്ക്. തിന്മകൾ മാത്രമല്ലേ ഉള്ളൂ. നന്മയായിട്ട് ചിന്തിക്കുക എന്താ ഉള്ളത്? ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഇപ്പോൾ എന്താ പറയുക, പുറകോട്ട് സഞ്ചരിച്ചാലും മുന്നോട്ടെന്ന് പറയാൻ നമുക്കില്ലല്ലോ. നമുക്കിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സംസാരിച്ച് ഞാൻ പൂർണ്ണമാക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ലല്ലോ. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഈ നിങ്ങളെ ചോദ്യത്തിന് മറുപടി തന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ജീവൻ നഷ്ടപ്പെടുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അല്ല, അങ്ങനെ പോകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് നാളെക്കുറിച്ച് ചിന്തയില്ല, അടുത്ത നിമിഷത്തെക്കുറിച്ച് ചിന്തയില്ല. കഴിഞ്ഞ പോയിലൊന്നും നമുക്ക് നല്ലതില്ല, ഓർക്കാനായിട്ട് ഒന്നും നല്ലതില്ല. നല്ല അടുത്ത ഒരു എന്താ പറയുക, ഒരു സുഹൃത്തായിട്ടോ പിടിക്കാനോ അങ്ങനെ ചേട്ടൻ എന്തെങ്കിലും ഇപ്പം ചേർത്ത് പിടിക്കാനായിട്ട് ആരും ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ പഠിച്ചൊരു പാഠമാണ്. എല്ലാവരും അവരവരെ കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാം ഈ അടുത്ത കാലത്ത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഫുള്ള് യാത്ര ഒറ്റയ്ക്കാണ്. ഞാനൊരു പാമ്പടിയിട്ട് കിടക്കുന്ന സമയത്തൊക്കെ എനിക്കൊരു ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും, ഇഷ്ടംപോലെ ചെറുപ്പക്കൂട്ടുകാരെൻ്റെ കൂടെ ഉണ്ടാവും. എൻ്റെ അടുത്ത റൂമുകളിൽ എനിക്ക് കാവലിരിക്കും. പക്ഷേ പിന്നെ ആയപ്പോൾ എനിക്ക് മനസ്സിലാക്കിയതൊന്നും ശരിയായ നടപടിയല്ല. എങ്ങനെയാണ് കേട്ടോ അതിലേക്ക് നമ്മൾ എത്തുന്നത്? അതായത് ഇപ്പം ഇന്നത്തെ ഒരു ജനറേഷൻ തന്നെ അറിയാം, ഒരുപാട് സുഹൃത്ത് വലയം മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണ് ഇന്നത്തെ കുട്ടികൾ. ഈ കുട്ടികൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ അവർക്ക് ഇത്രയും മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ കൂടുതലും ലഹരിയായിരിക്കും. ഞാൻ ലഹരി ഉപയോഗിക്കുന്ന ഒരാളല്ല. ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ കള്ളുപിടിച്ചിട്ടില്ല. സിഗരറ്റ് വലിച്ചിട്ടുണ്ട്. കാരണം ഇന്നത്തെ കമ്പനി മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് കൂടുതലും അതൊക്കെ എനിക്ക് പുറത്തൊക്കെ സഞ്ചരിക്കാൻ കാണാൻ കഴിയുന്നത് ലഹരിയിലേക്ക് കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഞാനൊരു രാത്രിയിൽ 6 മണിക്ക് തുടങ്ങിയ ഒരു ബൈക്ക് പൊളിക്കാൻ, ഒരു പാമ്പ് പിടിക്കാണ്ട് ഒരു ലേഡി കൊണ്ടുവന്നൊരു വണ്ടിയിൽ. അത് ആദ്യം നാട്ടുകാർ പൊളിച്ച് പകുതിയാക്കി.
അവിടെ നിന്ന് വന്ന കൊച്ചു പയ്യൻ എനിക്കൊന്നൊരു +2 ഉണ്ടായിരിക്കും, ഒരു 10-15 എല്ലാം ലഹരിയായിരുന്നു എന്നുള്ളതാണ്. അവരൊരു 10-15 ഭയങ്കര ബഹളോട്ടാസമായിരുന്നു. അപ്പോൾ അവർ ആ ഒരു ടീം എല്ലാവരും അങ്ങനെയായിരുന്നു, അവരത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള കുട്ടികളൊക്കെ അങ്ങ് ഒഴിവാക്കി. കാരണം ഞാൻ കള്ള് വാങ്ങിക്കൊടുത്തിട്ടുണ്ടില്ലെന്നും പറഞ്ഞ് ഇഷ്ടംപോലെ ആൾക്കാർ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, പല കാര്യങ്ങളും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ എനിക്ക് കുടിക്കാണ്ട് എൻ്റെ അച്ഛൻ നന്നായിട്ട് കഴിക്കുമായിരുന്നു, നന്നായിട്ട് കഴിക്കുന്നുള്ളതാണ്. പിന്നെ അറിയാമല്ലോ, അച്ഛൻ മരണപ്പെട്ടു, അച്ഛനൊക്കെ മരണപ്പെട്ട മരണത്തിനെ കുറിച്ചൊന്നും പറയാൻ പാടില്ല. എന്നാലും അച്ഛന് കൊച്ചു വീടല്ലേ, കുടുംബം കഷ്ടപ്പെടുന്ന വീടല്ലേ. അപ്പോൾ അച്ഛൻ കള്ള് കുടിച്ചുകൊണ്ട് വരുന്നു, അമ്മയെ ഉപദ്രവിക്കുന്നു, ഞങ്ങളെയൊക്കെ ഉപദ്രവിക്കുന്നു, അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെയൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ കൂടെ വളർന്നു വന്നു. അപ്പോൾ അന്ന് ഞാൻ ചിന്തിച്ചു, ഞാനൊരിക്കലും അച്ഛനെ പോലെ ആവരുത് എന്ന് ഞാൻ ചിന്തിച്ചു. എൻ്റെ ആ ഒരു 10-12 വയസ്സ് കാലഘട്ടം. അപ്പോൾ ഇന്ന് വരെ എനിക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, ജീവിതത്തിൻ്റെ അവസാനം വരെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ ആരെയും സുഹൃത്തുക്കളായിട്ട് കാണുന്നില്ല, അപ്പോഴും കാണുന്ന ആരോ അവരെ കണ്ടങ്ങ് പോകുന്നു. അതിപ്പോൾ മുമ്പൊക്കെ ഞാൻ ഒരുപാട് സമയം സുഹൃത്തുക്കളുണ്ട് ചിലവാക്കും, അവരുടെ വീട്ടിൽ പോയിരിക്കാറുണ്ട്, അവർ സംസാരിക്കേണ്ട, അവരുടെ പ്രശ്നങ്ങൾ ഇടപെടാറുണ്ട്. ഇപ്പം ഞാൻ ലോഡ്ജിലേക്ക് കയറി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ റൂമിൽ കയറി കഴിഞ്ഞാൽ ഞാൻ പുറത്തുനിന്ന് പോകും, അകത്ത് നിന്നിട്ട് പുറത്ത് പൂട്ടും, ഞാനകത്ത് കിടക്കും, ആർക്ക് ശല്യമില്ലല്ലോ. കോൾ വരുമ്പോൾ ഞാൻ ഇറങ്ങി, ഞാൻ അവിടെ ഉണ്ടെന്നല്ലോ ആരും അറിയത്തില്ല. ഇപ്പം സുരേഷ് ഏട്ടൻ താമസിക്കുന്നത് ലോഡ്ജിലാണ്? ഞാൻ ലോഡ്ജിൽ 7 വർഷമായി ഞാൻ ലോഡ്ജിലാണ്. 7 വർഷമായിട്ട് ലോഡ്ജിലാണ്. പിന്നെ കൂട്ടെന്ന് പറഞ്ഞാൽ അനിയത്തിയായിരുന്നു. അനിയത്തിക്ക് ഇപ്പം ഷുഗർ കൂടിയിട്ട് അനിയത്തി കിഡ്നി പ്രോബ്ലംസ് കാര്യങ്ങളായിട്ട് അങ്ങനെ ട്രീറ്റ്മെൻറ്റായിട്ട് അങ്ങനെ അതും ആ ഒരു കാലഘട്ടത്തിൽ നടന്നു. അപ്പോൾ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾക്ക് മേലെക്കിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയാട്ടെ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായപ്പോഴും ഈ ഒരു ചിരി എങ്ങനെയാണ്? കാരണം ഞാൻ എപ്പം കാണുമ്പോഴും സുരേഷ് ഏട്ടൻ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുള്ളൂ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിയുന്നില്ല. ഇതെങ്ങനെയാട്ടെ ഈ ചിരി? നമ്മൾ എന്താ പറയുക, ഇപ്പം നമ്മൾ എപ്പോഴും ഇങ്ങനെ ടെൻഷനും അടിച്ച് ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് നാളെ എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മറ്റൊന്ന് എന്ത് ചെയ്യില്ല, അനിയത്തിക്ക് സുഖമില്ല, ഇങ്ങനെയൊക്കെ ആലോചിച്ചിരുന്നേൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ തിയേറ്റർ സിനിമ കാണാൻ പോകാറില്ല. ഞാൻ സിനിമ കാണാൻ പോയിട്ട് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് തിയേറ്റർ സിനിമ കാണാൻ പോകുന്നത്. 8-10 ആ ഒരു കാലഘട്ടം അല്ല, ഞാൻ കിലുക്കമാണെന്ന് പറഞ്ഞാൽ അല്ല ചിത്രം സിനിമ, ലാൽ സാറിൻ്റെ ചിത്രം സിനിമ ഇറങ്ങിയ സമയത്ത് ഞാനൊരു 10-25 പ്രാവശ്യം തിയേറ്ററിൽ ഇരുന്ന് കണ്ടു. ഒരു 3 ഷോ ഒരുമിച്ചിരുന്ന് കണ്ടു. ടിക്കറ്റ് എടുക്കുക, ഇറങ്ങി കാണും, അങ്ങനെയുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ തിയേറ്ററിൽ പോയിട്ടേ ഇല്ല. കാരണം വെച്ചാൽ ഞാൻ ഈ 3 മണിക്കൂർ ഞാൻ ഒരിടത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു 5 മണിക്കൂർ സിനിമ കാണാതിരിക്കുക, അല്ലെങ്കിൽ 2.5 മണിക്കൂർ ഇരിക്കുന്ന സമയത്ത് എനിക്കൊരു 30,000 കാര്യങ്ങൾ ചിന്തിക്കാം, അതിൽ 10 കാര്യങ്ങൾ നടപ്പിലാക്കാം, ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ ഈ കാര്യങ്ങളൊക്കെ നടക്കാതെ പോകും. അതുകൊണ്ട് ഞാൻ അതങ്ങ് ഒഴിവാക്കും. അപ്പോൾ ആ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് എൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് ഞാൻ ചിന്തിച്ച് മുന്നോട്ട് പോകും. ഇപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ ഒരു ലോഡ്ജിലാണ് താമസിക്കുന്നത്. എങ്ങനെയാണ് ഏട്ടാ അപ്പോൾ ഭക്ഷണമൊക്കെ എങ്ങനെയാണ്? ഭക്ഷണം ഞാൻ ഹോട്ടലിൽ നിന്നാണ്. ഞാനൊരു 15 വയസ്സിൽ ഞാൻ ആദ്യം മേശിരി പണി, ഒരു 7ാം ക്ലാസ് 6ാം ക്ലാസ്സൊക്കെ തൊട്ട് ഞാൻ മേശിരി പണിക്ക് ഇറങ്ങിയ ആളാണ്. അപ്പോൾ അന്ന് 5 രൂപയാണ് ശമ്പളം, 5 രൂപയായിരുന്നു അന്നത്തെ ശമ്പളം. അപ്പോൾ അന്ന് തൊട്ട് പിന്നെ കുറച്ചുകൂടെ പിന്നെ അത് 5, 15, 10ആയി, 10, 12ആയി, 15ആയി, അങ്ങനെ 23, അങ്ങനെ അത് ആ ഒരു 15-18 വയസ്സൊക്കെ ആയ സമയത്തിട്ട് ഞാൻ പൂർണ്ണമായിട്ട് പണിക്കായി തുടങ്ങി. 10ാം ക്ലാസ്സൊക്കെ ആയ സമയത്ത് പണിക്ക് പോയി. അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ വീട്ടിൽ വന്ന് ബുദ്ധിമുട്ടിക്കുന്നത്, ഞാൻ ഇപ്പോൾ ഫുൾ ടൈം ഹോട്ടലിൽ ഫുഡാണ് കഴിക്കുന്നത്. ഇപ്പോൾ പിന്നെ അതങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. പിന്നെ അതിനിടയിൽ കുറേ കാലം പിന്നെ അതിന് വെജിറ്റേറിയനായി, ഇപ്പോൾ വീണ്ടും ആ കൊറോണയ്ക്ക് ശേഷം ഇപ്പോൾ 2 വർഷമായി ചിക്കനും മുട്ടയും കഴിക്കാറുണ്ട്. പക്ഷേ അതും പറ്റുന്നില്ല. ഇപ്പോൾ കഴിക്കുന്ന സമയത്ത് തലയൊക്കെ ഇങ്ങനെ വേർത്തിട്ട് തല ചൂടായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ തല ഇങ്ങനെ വേർത്ത് പെരുകി വരും. ഇവിടെയൊക്കെ ഇവിടെ എല്ലാം എത്ര മഴയാണെങ്കിലും തലയെല്ലാം ഇങ്ങനെ വേർത്ത്, വല്ലപ്പോഴും കഴിക്കാറുള്ളൂ, തലയൊക്കെ വേർത്ത് കുളിച്ച് പോലെ കിടക്കും. ഇതുവരെയുള്ള ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സന്തോഷം എന്താണ്? ഒരു വാക്കിൽ ഏറ്റവും അടിപൊളി സന്തോഷമല്ല. അടിപൊളി വെച്ചാൽ എനിക്ക് കഴിഞ്ഞ ഈ 2026 5-ാം മാസം 6-ാം തീയതി 7-ാം തീയതി എനിക്കൊരു ലോകപ്രസിദ്ധമായ ഒരു അവാർഡ് കിട്ടി. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതാർക്കും അറിയില്ല, വളരെ അപൂർവം പേർക്ക്. ഞാൻ ഒരു മീഡിയയിലും പറഞ്ഞിട്ടുള്ളൂ, ഒരു ചാനലിലും പറഞ്ഞിട്ടുള്ളത്. അതെനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. ഞാനിപ്പം എൻ്റെ 13 വയസ്സിൽ തുടങ്ങിയ യാത്രയാണ്. 39 വർഷമായി ഞാൻ വനം വകുപ്പിനെയും പാമ്പുകളെയും നാട്ടുകാരെയും സേവിക്കാൻ തുടങ്ങി. 238 രാജവെമ്പല പിടികൂടിയിൽ വനം വകുപ്പ് എനിക്ക് 2-3 രാജവെമ്പലിൻ്റെ വണ്ടിക്കൂലി മാത്രമേ തന്നിട്ട് ബാക്കിയൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല. എൻ്റെ പൈസ കൊടുത്താണ് ഞാൻ പോയി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് അവരിപ്പോൾ എനിക്ക് കഴിഞ്ഞ മാസം 6-ാം തീയതി 7-ാം തീയതി ഒരു അവാർഡ് വന്നായിരുന്നു. അത് നമ്മൾ 2015 ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പാമ്പുകടിയുടെ എണ്ണം കൂടുന്നു, പാമ്പുകടിയിട്ട് മരണം കൂടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ സൂപ്രണ്ട് എന്നെ വിളിച്ച് സുരേഷ് ഇവിടെ ക്ലാസ് എടുക്കണം. ഞാൻ ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർമാർക്ക് നഴ്സുമാർക്കൊക്കെ ക്ലാസ് എടുത്ത് കഴിഞ്ഞ് ഞാനിങ്ങി പോന്നു. വന്നപ്പോൾ എന്നെ അവിടുത്തെ സൂപ്രണ്ട് വിളിച്ചു, സുരേഷ് ഇപ്പോൾ 2 വണ്ടി ജീപ്പ് ഫോറസ്റ്റുകാർ വന്നിരുന്നു, എന്താണെന്ന് വെച്ചാൽ. അപ്പോൾ ഞാൻ അന്ന് പെട്ടെന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ലൈറ്റ് പോയി, കറണ്ട് പോയി. അപ്പോൾ ഞാൻ ഈ മൈക്കിൻ്റെ അടുത്ത് പാമ്പിനെ കൊണ്ടുവന്ന് സംസാരിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. മൈക്കിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഞാൻ ഇങ്ങനെ ഊതും. അപ്പോൾ പാമ്പ് ചീറ്റുമ്പോൾ ഞാൻ പാമ്പിനെ ഇങ്ങനെ കൈ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചു. അപ്പോൾ ഞാൻ പറയും പോലെ പാമ്പിന് തോന്നുന്നു, ഈ പാമ്പ് എന്ത് പറയുന്നു അത് ഞാൻ ഇവർക്ക് സംസ്കൃതി പറഞ്ഞു കൊടുക്കും, ചുമ്മാണ് പറഞ്ഞു കൊടുക്കണം, ഒരു തമാശ കൊണ്ടുപോയി. അപ്പോൾ അത് കണ്ടിട്ട് പത്രത്തിൽ വന്ന് കറണ്ട് പോയപ്പോൾ വാവ സുരേഷ് പാമ്പുമായി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തു. അപ്പോൾ അന്നത് പ്രശ്നമില്ലാതെ ഇപ്പോൾ 2024 എൻ്റെ പേരിൽ കേസ് ചാർജ് ചെയ്ത് 3 സമൻസ് അയച്ചു. അത് അറസ്റ്റ് വാറണ്ടാക്കി
2026 7-ാം മാസം എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അറസ്റ്റ് വാറണ്ടാക്കി. ഞാൻ കോഴിക്കോട് താമരശ്ശേരി മെഡിക്കൽ കോളേജ് താമരശ്ശേരി കോടതിയിൽ പോയി ജാമ്യം എടുത്ത് വന്നിട്ടേ ഉള്ളൂ. അതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മറക്കാൻ പറ്റാത്ത ഒരു അവാർഡ്, ഏറ്റവും വലിയ അവാർഡാണ്. ഇപ്പം നമുക്കറിയാം 1 രൂപ പോലും മേടിച്ചിട്ടല്ല ചേട്ടൻ ഇത് ചെയ്യുന്ന, ഒരു സർവീസ് ആയിട്ട് നമ്മുടെ നാടിനെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇത്രയൊക്കെ നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്യുമ്പോഴും ചേട്ടൻ ഏറ്റവും വിഷമിപ്പിച്ച ഒരു ഇൻസിഡന്റ് ഏതായിരിക്കും? ഇതല്ലാതെ ഒരുപാടുണ്ട്. എന്നാലും ഇപ്പോഴും എനിക്ക് ഷേക്ക് ഹാൻഡ് തരാത്ത ആൾക്കാരുണ്ട്. പറഞ്ഞ ഷേക്ക് ഹാൻഡ് തരാത്ത എൻ്റെ ഷേക്ക് ഹാൻഡ് ഇങ്ങനെ തരാൻ വരുമ്പോൾ കൈ ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു, പെട്ടെന്ന് കൈ വലിക്കുന്ന. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 4 ദിവസങ്ങൾക്ക് മുന്നേ ഉണ്ടായി. അയ്യോ, ഇപ്പോൾ 4 ദിവസമല്ല, ഇപ്പോൾ 4 ദിവസം ഇപ്പോൾ ഒരാഴ്ച മുന്നേ അനിയത്തി കിടന്ന സമയത്ത് മെഡിക്കൽ കോളേജിൽ ഒരാൾ ഓടി വന്നു. കണ്ണൂരോ കോഴിക്കോടുള്ളതാണ്. ഓടി വന്ന് ഇങ്ങനെ കൈ കൊണ്ട് തരാൻ വന്നിട്ട് എൻ്റെ കയ്യിലിങ്ങനെ ഒരു പുള്ളി പെട്ടെന്ന് കൈ വലിച്ചിട്ട് തിരിച്ചു പോയി എന്നുള്ള. അല്ല, എനിക്ക് തോന്നുന്നത് ഈ പാട കാണുമ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലും ക്ലാസ് ചെയ്ത് പാമ്പ് കടിയേറ്റതെന്ന് എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ, അതൊക്കെ എന്നെ അറിയാമെന്നുള്ളവർക്കല്ലേ അറിയാം. ഇത് പാമ്പ് കടിയിട്ടാണ് ഇത് കയറിയെന്നുള്ളത്. ഇത് പക്ഷേ പാമ്പ് എല്ലാവരും നോക്കുമ്പോൾ ഇതല്ല, ഈ വെള്ളപ്പാട്. ഇനി പാമ്പിനെ പിടിക്കുന്നുണ്ടോ അല്ല ആയിരിക്കുമോ ഇങ്ങനെ ഉണ്ടാകും. ഇത് പക്ഷേ പടക്കം പൊട്ടിയിട്ടാണ് ഇങ്ങനെ. മറ്റേ ഇവർ ആയിരിക്കും ഇനി പാമ്പിനെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുടെ ഒക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകും. ഞാൻ മറ്റേത് വായിച്ചിട്ടുണ്ട്, എവിടെയോ ചെന്ന് വെള്ളം. അത് ഞാൻ പറയാൻ വരുന്നത് അത് നമ്മൾ എന്താ പറയുക, ഈ നെയ്യാറ്റിൻകരയ്ക്ക് അടുത്ത് ബാലാപുരത്തിനപ്പുറം നെയ്യാറ്റിൻകരയ്ക്ക് ഇപ്പുറത്തൊരു വീട്ടിൽ ചെന്ന് ഒരു കോളേജ് അധ്യാപിക പ്രിൻസിപ്പളാണ്, റിട്ടയർഡ് ആയി കേട്ടോ അവർ. അത് കുറച്ച് നാളായി. അപ്പോൾ ഞാനൊരു വലിയ മതിലൊക്കെ പാമ്പിനെ പിടിച്ച് കഴിഞ്ഞിട്ട് അതെനിക്ക് വിഷമമായിട്ട് തോന്നിയിട്ടില്ല. ചില സമയത്ത് നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ട് വിഷമം, ആൾക്കാരിങ്ങനെ ചിലപ്പോൾ തോന്നും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് മതിലൊക്കെ പൊളിച്ച് ക്ഷീണിച്ച് ഒരു 3 മണിക്കൂർ എടുത്തു. അപ്പോൾ ഞാൻ സാറിന് ഒരു വീട്ടിലും പോയി ഞാൻ വെള്ളം, ഇപ്പോൾ ഞാൻ എൻ്റെ ബാഗിനകത്ത് ഞാൻ ഒരു ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. ഞാൻ പരമാവധി പറ്റുമെങ്കിൽ ആ ഗ്ലാസ്സിലാണ് എല്ലായിടത്തും വെള്ളം വാങ്ങി കുടിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അവർ വെള്ളം ചോദിച്ചപ്പോൾ അവർ നമ്മൾ കുടിക്കാനാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പോയി വെളിയിൽ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് കിച്ചണിൽ കൂടെ വരയിൽ കൂടെ കൊണ്ട്. അപ്പോൾ ഔട്ടിൽ പുറത്തുള്ള ബാത്റൂമിൻ്റെ അവിടെ ഒരു മഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ജോലിക്കാരനത് അറിയാം, ജോലിക്കാരെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പുള്ളിക്കാരത്തെ അതിൽ കുടിക്കാൻ വെള്ളം കൊണ്ടുവന്നു. നമ്മൾ കുടിക്കാനാണെന്ന് ചോദിച്ചു പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരെന്ന് പറഞ്ഞ് കുടിക്കല്ലേ, തട്ടിക്കളഞ്ഞു, കുടിക്കല്ലേ, അത് ബാത്റൂമിൽ വയ്ക്കണം. അപ്പോൾ എനിക്ക് വിഷമമൊന്നും തോന്നില്ല. ഞാൻ പിന്നെ വെള്ളം കുടിച്ചില്ല. ഞാൻ പിന്നെ അവിടെ തിരിച്ച് റോഡിൽ വന്ന് വെള്ളം വാങ്ങി കുടിച്ചു. അപ്പോൾ അതിലൊരു പ്രത്യേകതയുള്ളത്, എനിക്ക് നമ്മുടെ മീഡിയയിൽ കൂടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്കൊരു അപേക്ഷയുള്ള, താഴ്മയായിട്ടൊരു അപേക്ഷയുള്ള, ഒരു കാരണവശാലും അതിൽ ജാതി ചിന്ത ഉണ്ടാവരുത്. അത് ഒരിക്കലും ഒരു അമ്പലവാസിയോ അല്ലെങ്കിൽ പൂജാരിയോ നായർ സമുദായപ്പെട്ട ഒരാളോ അല്ല. എനിക്ക് ഈ പറഞ്ഞ ഒരു മീഡിയ പറഞ്ഞപ്പോൾ അതിനോട് ഒരുപാട് മോശം കമൻസ് ഉണ്ടായിരുന്നു. അതൊരു പള്ളിയിൽ പോകുന്നൊരു അമ്മയായിരുന്നു. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ജാതിപരമായിട്ട് ഒരിക്കലും അതിൻ്റെ അടിയിൽ കമൻസ് ഇട്ടത് മോശമായിപ്പോയി. സാധാരണ ഒരു അമ്മയായിരുന്നു എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. സാധാരണ ഒരു അമ്മയാണ്, വലിയ ഇതൊന്നുമല്ല. എൻ്റെ അടുത്ത് കൊട്ടാരത്തിലെ തമ്പുരാട്ടി പോലും എൻ്റെ അടുത്തൊരു അകൽച്ച കാണിച്ചിട്ടില്ല, ഒരാളും എൻ്റെ അടുത്ത് അകലാണ്. പിന്നെ ഇത് ഇവരെ മനസ്സിലുള്ള ഉണ്ടായിക്കോട്ടെ, നമുക്ക് പ്രശ്നമുള്ളതല്ല. അപ്പോൾ ചില സമയത്ത് നമ്മളിതൊക്കെ ആലോചിക്കും, നമ്മൾ ഇത്രയും കിടന്ന് മരിച്ചിട്ട് ആളുകൾ നമ്മളിങ്ങനെയാണല്ലോ കാണുന്നതെന്ന് ആലോചിക്കും. അപ്പോഴും ഞാൻ മറ്റു വശം ചിന്തിക്കും, നമ്മളെ സ്നേഹിക്കുന്നവരുണ്ടല്ലോ ഒത്തിരി. അതാണ് ഞാൻ പറയുന്നത്. ഒരു പ്രതീക്ഷ ഇപ്പം തന്നെ അറിയില്ല. ഞാനിപ്പോൾ 1-2 എൻ്റെ അച്ഛന് തൊണ്ടയിൽ ക്യാൻസറായിട്ടാണ് മരണപ്പെട്ടത്. ഇപ്പോൾ ഞാനൊരു 3-3.5 കോടി രൂപ ചാരിറ്റി ചെയ്ത ഒരാളാണ്. വിഷ്ണു എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചുമോന് ബോൺ ക്യാൻസർ വന്ന സമയത്ത് ഞാൻ 14 ദിവസം കൊണ്ട് ഞാൻ 80 ലക്ഷം രൂപ കളക്ട് ചെയ്ത് കൊടുത്തു. ആദ്യത്തെ എൻ്റെ കളക്ഷൻ അതായിരുന്നു. ആ 14 ലക്ഷം രൂപ, അപ്പോൾ 80 ലക്ഷം രൂപ 14 ദിവസം കൊണ്ട് ഞാൻ കളക്ട് കൊടുത്തു. അത് പിന്നെ ഇങ്ങോട്ട് വീട് വെച്ച് കൊടുത്തു. ഇങ്ങനെ ഒരുപാട് ദിവസം ഇപ്പോൾ എനിക്ക് ആവശ്യം വന്നപ്പോൾ ഞാൻ പലരിൽ നിന്ന് വാങ്ങിയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പം ഞാൻ ചാരിറ്റി കഴിഞ്ഞ വർഷം വരെയും ചെയ്തു. കഴിഞ്ഞ വർഷത്തിൽ ഞാൻ സ്കൂൾ കുട്ടികൾക്ക് 250 കുട്ടികൾക്ക് ബാഗ്, ബുക്ക്, കുട എല്ലാം വാങ്ങി കഴിഞ്ഞ വർഷം ചെയ്തു. പക്ഷേ ഇപ്പം എനിക്ക് വന്നപ്പോൾ ഇപ്പോൾ അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ 1 വർഷമായി. തൊണ്ടയിൽ ക്യാൻസറായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഈ എന്താ പറയുക പരിപാടികൾ ഒക്കെ ഞാൻ ഇപ്പോൾ അധികം പബ്ലിക് പ്രോഗ്രാമിന് പോകാറില്ല. കാരണം പ്രോഗ്രാമിൽ പോകുന്ന ചിലർ അവാർഡ് ഫംഗ്ഷനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂർ വേദിയിൽ പോയിരിക്കണം. വേദിയിൽ പോയിരുന്നിട്ട് ഒരു ഷോളും തരും, ഒരു ചെറിയ മെമൻറ്റും തരും. ഈ 3 മണിക്കൂർ പോയി, ഈ 3 മണിക്കൂർ കൊണ്ട് എനിക്ക് 10 കോളുകൾ പോകാൻ പറ്റും. 10 കോൾ 100 രൂപ വെച്ചാലും 200 രൂപ വെച്ചാലും എൻ്റെ അന്നത്തെ കാര്യങ്ങൾ നടക്കുക. എൻ്റെ ഒരു വണ്ടിയിലായിരിക്കും വന്നത്. വണ്ടി പിടിച്ച് 3 മണിക്കൂർ അവിടെ കൊണ്ടിട്ടിട്ടായിരിക്കും ഞാൻ ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ 90% പേര് ഈ അവാർഡെന്ന് പറഞ്ഞ് വിളിക്കുന്നത് ഈ വെറും നമ്മളെ പിടിച്ച് അവിടെ ഇരുത്തിയിട്ട് ചെറിയ ഈ സാധനം തന്നിട്ട്. എൻ്റെ റൂമിൽ മൊത്തം അതാണ്. എൻ്റെ റൂം മുഴുവൻ ഈ സാധനം കൊണ്ട് മൂടിക്കിടക്കുക. അവാർഡ് പിന്നെ അവാർഡ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പക്ഷേ 2022 പത്മശ്രീ ഉണ്ടായിരുന്നു കേട്ടോ. പത്മശ്രീ പ്രഖ്യാപിച്ചായിരുന്നു, പക്ഷേ അത് ആണുങ്ങൾക്ക് കൊടുത്തു എന്നുള്ളതാണ്. ആണുങ്ങൾക്ക് കൊടുത്തു. എന്നാൽ അവസാന നിമിഷമായപ്പോൾ രാത്രി 9 വരെ മോണിറ്ററിൽ പേരുണ്ടായിരുന്നു. അപ്പോഴും കിഷോർ കരമന, കൗമുദിയുടെ പ്രൊഡ്യൂസർ, ഏറ്റവും നല്ല പ്രോഗ്രാമാണ് കൗമുദിയുടെ സ്നേക് മാസ്റ്റർ, 1200 എപ്പിസോഡ് ആകാൻ പോകുന്നു. അപ്പോൾ അവർ ക്യാമറയൊക്കെ ഒന്ന് രഹസ്യമായിട്ട് ചാനലുകളൊന്നും അറിയിക്കാതെ അവരെ ഡൽഹിയിൽ നിന്നാണ് വിളിച്ചു പറഞ്ഞത്. അപ്പോൾ അവരൊന്ന് വന്ന് കിടന്നു. അതിനകത്ത് ഞാൻ പറഞ്ഞു, കിഷോർ എന്തിനാണ് എൻ്റെ ആവശ്യം? കിഷോർജി, ഞാൻ പേര് പറഞ്ഞ് വിളിക്കാം, ഞാൻ കിഷോർജി എന്തിനാണ് എൻ്റെ ആവശ്യം? ഇത് കിട്ടാനും പോകുന്നില്ല, എനിക്ക് തരാനും പോകുന്നില്ല എന്ന്. രാത്രി 9 വരെ മോണിറ്ററിൽ പേരുണ്ടായിരുന്നു. വാവാ സുരേഷ്, പത്മശ്രീ.
തീരുമാനിച്ചു. പ്രഖ്യാപിക്കേണ്ട സമയമായപ്പോഴത്തേക്ക് അത് ഡിലീറ്റായിപ്പോയി. അതുകൊണ്ട് എനിക്കതിൽ സങ്കടമൊന്നുമില്ല. കാരണം ഞാൻ ഒന്നും പ്രതീക്ഷിച്ചല്ല നമ്മളിതിൽ നിൽക്കുന്നത്. അപ്പോൾ ഒരു പത്മശ്രീ കിട്ടിയാലും എനിക്ക് പണിയാണ്. എന്താണെന്ന് അറിയാമോ? പിന്നെ കുറേ ദിവസം എനിക്ക് പാമ്പിനെ പിടിക്കാൻ പോകില്ല. പിന്നെ എവിടെ വിളക്കത്തിരി എനിക്ക് എത്തിക്കണം അവിടെ കൊണ്ട് തന്നെ ഇരുത്തും. ഏതെങ്കിലും ഇപ്പം അവർ പറയും ഒരു ക്ലബിൻ്റെ ഉദ്ഘാടനം വന്നാലും വിളിച്ചുകൊണ്ടിരുത്തും. അതുകൊണ്ട് കിട്ടാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. കിട്ടാതിരിക്കുന്നത് ഇത് പറയുമ്പോൾ ഞാൻ ഒരു 16 വർഷം ആഗ്രഹിച്ച ഒരു കാര്യം എന്നിൽ നിന്ന് തട്ടിയെടുത്ത ഒരാളാണ് ഈ ഇരിക്കുന്നത്. എനിക്ക് അതിൻ്റെ പേരിൽ ഭയങ്കര ദേഷ്യമാണ്. എനിക്ക് സുരേഷ് ചേട്ടനെ എനിക്കൊന്നും എനിക്കിഷ്ടമല്ലായിരുന്നു. എനിക്കിഷ്ടമല്ല സ്റ്റിൽ കാര്യം. ഞാൻ 18 വർഷം ആങ്കറിങ് ചെയ്തപ്പോൾ സ്റ്റേറ്റ് അവാർഡ്, മികച്ച അവതാരകയ്ക്കുള്ള സ്റ്റേറ്റ് അവാർഡിന് ലാസ്റ്റ് 2 പേരുകൾ വന്നു. ഒന്ന് സ്നേക്ക് മാസ്റ്റർ ചെയ്യുന്ന കൗമുദിയിലെ സുരേഷ് ചേട്ടനും, ഒന്ന് ഇപ്പുറത്ത് എൻ്റെ കോമഡി സ്റ്റാർസിൻ്റെ എൻ്റെ പേരും. പിറ്റേ ദിവസം രാവിലെ, തലേന്ന് രാത്രി വരെ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഞാൻ കണ്ടു മികച്ച അവതാരത്തിനുള്ള സ്റ്റേറ്റ് അവാർഡ് കൊണ്ടുപോയി. അപ്പം ഞാനൊക്കെ ഒരുപാട് ആഗ്രഹിച്ച ഒരു അവാർഡ് നമ്മളിൽ നിന്ന് എടുത്തിട്ട് പോയ ഒരാളാണ്. സന്തോഷം. കാരണം ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്തെന്നറിയാം, ഞാൻ ഒരു സാധനം എഴുതി വെച്ചിട്ട് വായിക്കുന്ന ഒരാളല്ല. ഒരു സാധനം ഇപ്പോൾ ഒരു വീട്ടിൽ പാവനെ പിടിക്കുമ്പോൾ അവിടെ മൂർഖനാണ് ഇരിക്കണമെന്ന് പറഞ്ഞ് ബുക്ക് നോക്കി മൂർഖൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ച് നോക്കിക്കൊണ്ട് പോകുന്ന ആളല്ല. അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് വെച്ച് സംസാരിക്കുന്നു. അല്ലാതെ ഇന്നൊരു ഒരു പേപ്പറിലും ഞാൻ തയ്യാറാക്കിയിട്ടില്ല. ഒരു സാധനമില്ല. അത് ഇന്ന് എൻ്റെ അടുത്ത് ആരോ ചോദിച്ചോട്ടെ. ഇന്ന് രാവിലെ ഞാൻ അവിടെ പോയി സ്ക്രിപ്റ്റൊക്കെ തയ്യാറാക്കിയിട്ടാണോ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്? ഇന്ന് എൻ്റെ ആരോ ചോദിച്ചു രാവിലെ കേട്ടോ. ഇന്ന് രാവിലെ എൻ്റെ ചോദിച്ചത് സത്യമായിട്ട് ഇന്ന് രാവിലെ. അല്ല, ഇതൊക്കെ പറയുമ്പോഴും ചേട്ടൻ പറഞ്ഞു ഇതെങ്ങനെയാണ് കേട്ടോ ഒരു ഇൻകം സോഴ്സ് എങ്ങനെയാണ്? ഒരു മാസം വാവ സുരേഷിന് തള്ളി നീക്കാൻ എത്ര രൂപ വേണം? നല്ല ടൈറ്റാണ്. ഇപ്പോൾ എൻ്റെ വണ്ടി ആക്സിഡൻ്റായിട്ട് 3 മാസമായി. വണ്ടി ആക്സിഡൻറ്റ് മണ്ണന്തല വെച്ച് എൻ്റെ പഞ്ചത് എൻ്റെ തലോട്ടെ. എനിക്ക് സ്പോൺസർ ചെയ്ത പങ്കജ കസ്തൂരി. ആരോടും പറയേണ്ടെന്ന് പുള്ളി പറഞ്ഞുകൊണ്ടാണ് പറയാത്ത. പിന്നെ പുള്ളി കിടന്നുറങ്ങാൻ പറ്റത്തില്ല. ആളുകൾ സ്പോൺസർ ചെയ്യുമ്പോൾ 3.5 ബാക്കി മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യണം. ഇപ്പം പെട്രോൾ അടിക്കണം, ഞാൻ അടുത്ത് അടിക്കും. ഇപ്പം 2 വർഷം കൊണ്ട് 1.5 ലക്ഷം കിലോമീറ്റർ ഓടി. 2 വർഷം കൊണ്ടാണ് ഓടി. 1.5 ലക്ഷം കിലോമീറ്റർ ഓടി. അതാണ് അടയ്ക്കുന്നത്, അപകടത്തിൽപ്പെടുന്നത്. അതിന് മുന്നേ ഒരു വണ്ടി ഉണ്ടായിരുന്നു, പഞ്ച് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ പേരിൽ തന്നെ എടുത്ത വണ്ടി വേറെ പയ്യനെ കൊണ്ടുപോയി. അതും പണയം ഇട്ടിട്ട് 4 വർഷമായി. പുതിയ വണ്ടിയായിരുന്നു. പണയം ഇട്ടിട്ട് എടുക്കാൻ പറ്റാതെ 3 ലക്ഷം രൂപയ്ക്ക് പണയം ഇട്ടു. അത് വേറെ ആളിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഇട്ടതായിരുന്നു. എടുക്കാൻ പറ്റില്ല. അത് പോയി. അതിപ്പോൾ ദ്രവിച്ചു കാണും ഒരു 5 വർഷത്തോളം. അതിനുശേഷം ഈ വണ്ടി കിട്ടും. ഇപ്പം ഒരു മാസം സുരേഷ് ചേട്ടന് ജീവിക്കണമെങ്കിൽ ഇത്രയൊരു സംഖ്യ വേണം. എനിക്കങ്ങനെ നിർബന്ധമില്ല. ഞാനിന്ന് ഈ കഴിഞ്ഞ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 ആഴ്ചയ്ക്ക് മുന്നേ ഞാൻ 3 ദിവസം പച്ചവെള്ളം കുടിച്ചിട്ട് കിടന്നിട്ട് എൻ്റെ റൂമിനകത്ത് കിടന്നിട്ടുണ്ട്. ഞാൻ പൈസ ഇല്ല. പച്ചവെള്ളം, ബോട്ടിൽ വെള്ളം, 2-3 വെള്ളം കുടിച്ച് ഞാൻ ബുദ്ധിമുട്ട് പറയാൻ പോകാറില്ല. കാരണം വെച്ചാൽ മുമ്പൊക്കെ പറയും. ഇപ്പോൾ എനിക്ക് അതാണ് ചോദിക്കണമെങ്കിൽ എൻ്റെ ട്രീറ്റ്മെൻറ്റ് സൗകര്യ കാര്യത്തിന് വേണ്ടിയോ അച്ഛൻ്റെ കാര്യത്തിന് വേണ്ടിയൊക്കെ ഞാൻ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അല്ലാതെ എൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ ഒരിക്കലും ഒരാരും വന്ന് വാങ്ങിക്കാൻ പറ്റില്ല. അത് എന്താ വെച്ചാൽ നമ്മൾ പട്ടിണിയോട് അറിഞ്ഞ ആളല്ലേ. പട്ടിണി നമുക്ക് പ്രശ്നമുള്ള കേസല്ല. ഈ ഒരു 2 ആഴ്ചയ്ക്ക് മുന്നേ 2-3 ആഴ്ചയേ ഉള്ളൂ. ഒരു പൈസയില്ല. എൻ്റെ രാവിലെ 10 രൂപയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇറങ്ങി 2 ദിവസം എൻ്റെ 2 ദിവസം റൂം തുറന്നതേ ഇല്ല. ഞാനകത്തുണ്ടെന്ന് ഒരു കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരാണെങ്കിൽ മൊബൈലിൽ ഞാൻ സൈലൻ്റ് ആക്കിയിട്ട് സൈലൻറ്റിലിട്ടു. പുറത്ത് അങ്ങനെയാണ് പൂട്ടിയിട്ട് താക്കോൽ അത് പുറത്തേക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ കിടക്കാം. അപ്പോൾ ഇവിടെ താക്കോൽ പുറത്ത്. അപ്പോൾ പുള്ളി പുറത്ത് പോയി എന്ന് വിചാരിക്കും. അകത്ത് വേറൊരു ഡോറുണ്ട്. അത് ഞാൻ ചാരുകയുള്ളൂ. എന്നിട്ട് അത് പുറത്ത് ഞാൻ പോകുമ്പോൾ കുറ്റിയിട്ടിട്ടാണ്. അത് കുറ്റി പോലെ ഇങ്ങനെ പിടിച്ച് വെച്ചിട്ടാണ് ഞാൻ അകത്ത് കുറ്റിയിടുന്നത്. അങ്ങനെയൊന്നും കാര്യമില്ലെന്നേ. നമ്മൾ എന്താ പറയുക, പട്ടിണി ആദ്യമായിട്ടല്ല അറിയുന്നത്. പട്ടിണിയൊക്കെ നമ്മൾ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അമ്മ കൂലിപ്പണിയായിരുന്നു, അച്ഛന് കൂലിപ്പണിയായിരുന്നു. അച്ഛന് ടൈറ്റാനത്ത് ജോലി ഉണ്ടായിരുന്നു. അച്ഛൻ്റെ കള്ളുകൂടി കാരണം അത് നഷ്ടപ്പെട്ടു. പിന്നെ അത് കൂലിപ്പണിയായി, അമ്മയ്ക്ക് കൂലിപ്പണി. അപ്പോൾ പിന്നെ ഇത്രയൊക്കെ റിസ്ക്കും സ്ട്രഗിളും എടുത്തിട്ടും എന്തുകൊണ്ടാണ് ഏട്ടൻ ഈ ജോലി തന്നെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്? ജോലി എന്ന് പറയാൻ പറ്റില്ല. ജോലി എന്ന് നമ്മൾ ശമ്പളം ചോദിച്ച് വാങ്ങുന്നതാണ് ജോലി. കൂലി ചോദിച്ച് വാങ്ങുന്നതാണ് ജോലി. ഞാൻ ജോലിയായിട്ട് കണക്ക് കൂട്ടിയിട്ടില്ല. കാരണം അറിയാമല്ലോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ 13 വയസ്സിൽ തുടങ്ങിയ യാത്ര ഞാൻ പാമ്പിനെ ആരാധിക്കുന്ന ഒരാളാണ് കേട്ടോ. അതുകൊണ്ട് എനിക്കെന്താ പറയുക, എൻ്റെ 16 പ്രാവശ്യം എനിക്ക് മരണത്തെ മുഖാമുഖം കാണുന്നത് എനിക്ക് സ്വപ്നത്തിൽ കാണാറുണ്ട്. ഇത് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ പറയേണ്ട സംഭവം. എന്തിനാ ഇപ്പോൾ ഞാൻ 4 ദിവസങ്ങൾക്ക് മുന്നേ ഞാനൊരു എൻഗേജ്മെൻറ്റിന് പങ്കെടുക്കാൻ ഈ 3 ദിവസം മുന്നേ എൻഗേജ്മെൻറ്റ് പങ്കെടുക്കാൻ കോട്ടയത്തേക്ക് പോകുന്നു. അപ്പോൾ എൻ്റെ വണ്ടി ഓടി ഞാൻ ടാക്സിയിലാണ് പോകുമ്പോൾ ടാക്സിയിലെ പോയി സുഹൃത്തിനോട് ഞാൻ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. ഞാൻ എന്താണ് ആക്സിഡൻ്റ് ആവുമെന്ന് പറഞ്ഞാൽ പുള്ളി പേടിച്ചു. കാരണം വണ്ടി ഒന്ന് സൂക്ഷിച്ചിട്ടളയാന്ന് പറഞ്ഞു. ഞങ്ങൾ കുറിച്ചി എത്തുന്ന സമയത്ത് കള്ളും കുടിച്ചുകൊണ്ടൊരു പയ്യൻ ബൈക്കിൽ വന്ന് ഞങ്ങളെ വണ്ടിയിലിടിച്ചു. ഗ്ലാസ് പൊട്ടി. ആ പുള്ളി മറിഞ്ഞ് നേരെ കണ്ടെയ്നർ ലോറിയുടെ അടിയിൽ വന്നു. പുള്ളിക്കാരൻ ചവിട്ടിയതുകൊണ്ട് ഈ പുള്ളിയുടെ പുറത്ത് ഈ വണ്ടി കയറിയില്ല. ലോറി ആ വണ്ടി ഇടിച്ചില്ല. അപ്പോൾ എനിക്ക് പാമ്പിനെ ആരാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതെൻ്റെ വ്യക്തിപരമായ കാര്യം. ഞാൻ എന്തിനെ ആരാധിക്കണം? ചിലപ്പോൾ ഞാൻ ഈ മൈക്കിനെ ആരാധിക്കും. അതെൻ്റെ സ്വാതന്ത്ര്യമാണ്.
ഞാൻ പാമ്പിനെ. അതുകൊണ്ട് എനിക്ക് എല്ലാ അപകടങ്ങളും എനിക്ക് സ്വപ്നത്തിൽ കാണാൻ പറ്റും. ഞാൻ ഒരു സാധനത്തിൽ മാത്രം ചിന്തിക്കുന്നു, ആ പാമ്പിൽ മാത്രം ചിന്തിക്കുന്നു. അപ്പോൾ അതിലെന്തൊക്കെ വന്നാലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ഒരു പാമ്പ് ആണാണോ പെണ്ണാണോ നമ്മൾ പറഞ്ഞാൽ, ഞാൻ പറയുമ്പോൾ അത് പറയും, ചിലർ പറയും ഓ വാവാത്തുരി എൻ്റെ അച്ഛനായിരിക്കും എന്ന് പറയാറുണ്ട്. ചില ആൾക്കാർ കമൻസ് ഇടാറുണ്ട് എൻ്റെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത്. മുമ്പൊന്നും അങ്ങനെയില്ലായിരുന്നു, ഇപ്പോൾ. ഇനി അതുപോലെ തന്നെ വേറൊരു കേസുണ്ടെന്നറിയാം. ഒരുപാട് എന്താ പറയുക നഷ്ടങ്ങളെക്കുറിച്ച് അതിൽ ചിന്തിക്കാറില്ല, ലാഭങ്ങളെക്കുറിച്ച് ചിന്തിക്കാറില്ല. ഇൻകം ഇപ്പോൾ ഇത് പറഞ്ഞ ഇൻകം കൊണ്ട് ജീവിക്കാൻ ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഇൻകം കിട്ടിയാൽ എനിക്ക് എൻ്റെ ഡ്രൈവറിന് വണ്ടിക്ക് പൈസ കൊടുക്കാം, അത് കൊടുത്താലേ പറ്റൂ. ഒന്നല്ലെങ്കിൽ നാളെയും കൊടുക്കണം. ഞാൻ മുമ്പൊക്കെ പലിശയ്ക്ക് എടുത്ത് കൊടുക്കുമായിരുന്നു. ആ പലിശയ്ക്ക് എടുത്താറില്ല. ഇത്രയും 39 വർഷം ഈ മേഖലയിലുണ്ട്. ഒരു 10-15 വർഷം അല്ലെങ്കിൽ 10 വർഷം കൂട്ടിക്കോളും. അപ്പോൾ ബാക്കി പോട്ടെ. നമുക്ക് ആൾക്കാർ തുച്ഛമായി ഇത് മെനിങ്ങാന്നൊരു സ്ഥലത്ത് എനിക്ക് 2000 രൂപ വണ്ടിക്കായി, 1800 രൂപ വണ്ടിക്ക് എനിക്ക് തന്ന 400 രൂപയാണ്. 400 രൂപ. ഇന്നലെ ഒരു സ്ഥലത്ത് പോയിട്ട്, ഈ നൈറ്റിൽ ഇന്നലെ രാത്രി ഞാൻ ഇവിടുന്ന് പോയിട്ട് ഏകദേശം ഒരു 1800 രൂപ വണ്ടിക്ക് 500 രൂപയാണ് അവർ തന്നത്. 500 രൂപ. ബാക്കി എനിക്ക് വേറെ ആരെങ്കിലും വാങ്ങി. ചേട്ടൻ ചോദിക്കത്തുമില്ല അവരോട്? ഞാൻ ഇപ്പോൾ ചിലരോട് ചോദിക്കും. കാരണം സാധാരണക്കാർ പാവങ്ങളാണെങ്കിൽ കുഴപ്പമില്ല. ഇന്നലെ ഞാൻ ഒരു വീട്ടിൽ പോയി രാത്രി ഒരു വീട് മൊത്തം അലങ്കോലപ്പെട്ട് കിടക്കുന്നു. ഞാൻ ഒരു മണിക്കൂർ ജോലി ചെയ്തു. അപ്പോൾ ഓട്ടോ ഡ്രൈവറാണ് ചേച്ചി. ആ ചേച്ചിക്ക്, ആ സഹോദരി, ചേച്ചി എൻ്റെ പ്രായമൊന്നും വരത്തില്ല, ആ ചേച്ചി ആ സഹോദരിക്ക് ഒരു 15 ദിവസങ്ങൾക്ക് മുന്നേ കള്ളു കുടിച്ചുകൊണ്ട് ഒരുത്തൻ വയറ്റിലിട്ട് കുത്തി കൊടുത്തു. 28 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. പാവപ്പെട്ട് ഇന്നലെ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അവരുകൊണ്ട് 500 രൂപ എൻ്റെ തന്നു. ഇത്രയും ജോലി ചെയ്തപ്പോൾ ഞാൻ ഓട്ടിച്ചു വിട്ടു. ഞാൻ ഇന്ന് അവർക്ക് വീടിൻ്റെ ആ പരിസരം വൃത്തിയാക്കാനായിട്ട് ഞാൻ 2 ശമ്പളം ഞാൻ അങ്ങോട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ട് അവരോട്. അല്ല, ഇത്ര കഴിയുമ്പോഴേട്ടാ, കാരണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ അങ്ങനെ അവിടെ എവിടെയെങ്കിലും ഒരു ജോലി ഇവരൊന്നും ഓഫർ ചെയ്തില്ല ചേട്ടനാ? സത്യം പറഞ്ഞാൽ ഇനി ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം. കാരണം ഇത് ഞാൻ ഇത്രയും നാളും ഉണ്ടായിരുന്നൊരു കാര്യമാണ്. ഗണേഷ് കുമാർ സാർ വനം വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് ഒരു ജോലി പറഞ്ഞിരുന്നു. ജോലി വാച്ചറായിട്ടാണ്. എല്ലാവരും പറഞ്ഞു, എല്ലാവരും കൊട്ടിഘോഷിക്കുന്നത് വെച്ചാൽ ഗവൺമെൻറ് ജോബ് എന്ന് പറഞ്ഞാൽ അല്ല, വാച്ചറായിട്ടാണ്. വാച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് ജോലി? ഒരു മൃഗം ചത്താ കുഴിച്ചിടാൻ പോവുക, പാമ്പിനെ പിടിക്കാൻ പോകുന്നത് എനിക്ക് സമയം കിട്ടില്ല, ഏതെങ്കിലും ഗേറ്റ് പൊക്കാൻ കൊണ്ടിരുത്തും. പിന്നെ എൻ്റെ മേഖല അതില്ലാതോ. പിന്നെ ഇപ്പോൾ തന്നെ എത്ര വാച്ചർമാർക്ക് ശമ്പളം കിട്ടിയിട്ട് 3-4 മാസമായി. ഈ വാച്ചർമാരുടെ കുടുംബം കഴിയുന്നത് കഷ്ടത്തിലാണെന്ന്. ഇപ്പോൾ ഒരു പാമ്പ് പിടിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ വിളിച്ച് ഇപ്പോൾ എൻ്റെ പറഞ്ഞുള്ളൂ, ചേട്ടാ എനിക്ക് ശമ്പളം കിട്ടിയിട്ട് 3 മാസമായെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ താൽക്കാലിക ജീവനക്കാരുടെ എവിടെ എൻ്റെ ജീവിതകാലം മൊത്തം അങ്ങനെ ഇരിക്കാനേ പറ്റുള്ളൂ. എൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. എനിക്ക് എൻ്റെ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ എൻ്റെ സ്വാതന്ത്ര്യം. എനിക്ക് പറന്ന് നടക്കണം, എനിക്ക് എപ്പോഴും സഞ്ചരിക്കണം. ഞാൻ എപ്പോഴും സഞ്ചരിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് സഞ്ചരിച്ച് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതിവിടെ എന്നെ പൂട്ടപ്പെടും. അത് മാത്രമല്ല സർക്കാർ ജീവനക്കാരനായ എനിക്ക് എന്നെ പൂട്ടപ്പെടും. എനിക്ക് രാവിലെ 9-10 മണി തൊട്ട് 5 മണി വരെ ജോലി ചെയ്താൽ മതി. ഞാൻ ആ സമയം കറക്റ്റാക്കും. പിന്നെ ഞാൻ ഒരു സ്ഥലത്തും പോകത്തില്ല. ഇപ്പം ഞാൻ ഫുൾ ടൈം യാത്ര ചെയ്യാം. രാത്രി എന്നോ പകലൊന്നും ഇല്ല, ഫുൾ ടൈം. എൻ്റെ സേവനം പരമാവധി കിട്ടാവുന്നു. ഇപ്പോൾ ഈ പാമ്പ് കടിയുടെ മരണങ്ങൾ കൂടിയപ്പോൾ കോള് കാരണം ഒരു നിവൃത്തിയില്ല.